നെഗറ്റീവ് പറഞ്ഞ് സ്വന്തമായിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. എന്താ കാണുന്നത്? അവരോട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും? ഞാൻ നോക്കുമ്പോഴല്ല ഈ കൂട്ടുകാരായിട്ട് നിന്നവരാണ് തിരിഞ്ഞു പോകുന്നത്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? കേട്ടോടാ, അതാണ് പുളു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതെ, ഇതെന്താ സംഭവിക്കുന്നത്, എവിടെ എന്താണ് സംഭവിച്ചത് എനിക്ക് തന്നെ അറിയില്ല. നേരാണോടി നീ പറഞ്ഞത്? ഇന്നലെ രേണു ചേച്ചി എന്ന് വിളിച്ചവര് അല്ലെങ്കിൽ രേണു ചേച്ചി ഇങ്ങനെ തന്നെ മുന്നോട്ടാണോ, ആരെയും മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞവരാണ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അവൾ ആരാണ്, എന്താണ് അവള് ഒരു ആർട്ടിസ്റ്റ് ആണോ, അവള് ബാർ ഡാൻസ് ചെയ്തില്ലേ? കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ഇതൊക്കെ പറയുമ്പോ ഞാനിങ്ങനെ നിൽക്കേ, എന്തുവാണ് സംഭവം? ഈ വേലത്തിലൊന്നും എന്നോട് വേണ്ട. ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട്. ചമ്മലാണ് ഓർമ്മയില്ലാത്ത അഭിനയിക്കല്ലേ. അല്ലെ രേണു നന്നായിട്ട് ഓടി പോട്ടെ, സുചേട്ടൻ എന്റെ ചങ്കാരെന്ന് പറഞ്ഞോളൂ. എല്ലാരും വിളിച്ചു. അവൾ ആശുപത്രി പോയി അത് ചെയ്തില്ലേ, അവൾ ആഘോഷം ചെയ്തില്ലേ? ഈശ്വര, ഞാനോ? അല്ല, പിന്നെ ഞാനായിരിക്കും. അവരുടെ പേര് പോലും ഞാൻ ഇപ്പോഴും പറയുന്നില്ല, പറയാത്ത കാര്യം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിർത്താം ഏരപ്പാളികളെ. ഞാൻ ചിന്തിച്ചു വെച്ചത് ചിലപ്പോ ഒരു റീച്ചിനായിരിക്കാം, എനിക്കറിയില്ല എന്തിനാണ്. കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തല്ലുന്ന കാലാണ് നിനക്ക് അറിഞ്ഞൂടെ? സാരമില്ല, എന്നെ അവര് വന്ന് തല്ലിയാ എനിക്ക് ചിലപ്പോ ശത്രുവാകും. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. ശത്രുക്കളുടെ എന്റെ ശത്രുക്കളുടെ ഗണത്തിൽ പെട്ടവരല്ല ഇവരൊന്നും. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ, പോളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സണലാക്കി കഴിഞ്ഞു.